സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നവ്യ സുരേഷ്. 22 വയസ്സുകാരിയായ നവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പേരാവൂർ ഡിവിഷനിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA മണ്ഡലം ഉൾപ്പെടുന്ന UDF കുത്തക ഡിവിഷനായ പേരാവൂരിൽ നിന്നും അട്ടിമറി വിജയം നേടിയാണ് LDF സ്ഥാനാർത്ഥിയായ നവ്യ സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗമായത്. M സന്തോഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം, ആ ജില്ലാ പഞ്ചായത്ത് അംഗത്തോടൊപ്പമാണ് ഞാനുള്ളത്. 22-ാം വയസ്സിലാണ് ഈ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പേരാവൂർ ഡിവിഷനിൽ നിന്ന് നവ്യ സുരേഷ് വിജയിച്ച് കയറിയത്. മാത്രമല്ല ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് UDFിൻ്റെ ഒരു കുത്തക മണ്ഡലമായി, ഒരു കുത്തക ഡിവിഷനായിരുന്നു. ഈ ഡിവിഷൻ രൂപീകരിച്ചതിന് ശേഷം UDF മാത്രം വിജയിച്ച് വന്ന ഒരു സ്ഥലത്താണ് ഒരു യുവ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി LDF ഇത്തവണ ഇവിടെ വിജയിച്ച് വന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജനപ്രതിനിധിയായി, ഒരു പഞ്ചായത്തിലൊന്നുമല്ല, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാനം കൂടിയാണ്. ആ പദവിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ആദ്യം തന്നെ പാർട്ടി തന്നിട്ടുള്ള അവസരമാണ്. അത് ഏറെ ഗൗരവത്തോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് ഇങ്ങോട്ടേക്ക് കണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ മലയോരത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് പേരാവൂർ ഡിവിഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്തേക്ക് വിജയിച്ചു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിനകത്ത് ഈ നാടിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തോടൊപ്പം ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഈ 5 വർഷക്കാലം അവരിലൊരാളായി ഉണ്ടാവുമെന്നാണ് പറയാനായിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് നവ്യ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ആളുകൾ വിജയിച്ചു വന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഇപ്പോൾ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധി കൂടിയാണ് നവ്യ. അത് അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടുണ്ടായി. പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിനകത്തേക്ക് എന്നേക്കാളും ഒരു വയസ്സിനുള്ളതായ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ജയിച്ചു വന്ന ഘട്ടത്തിനകത്തേക്ക് ഞാനാണ് ഏറ്റവും ചെറിയ പ്രതിനിധി എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. SFI രംഗത്ത് നിന്നാണോ ഇങ്ങോട്ട്? അല്ലേ, അതെ. കഴിഞ്ഞ 6 വർഷമായിട്ട് പേരാവൂർ SFIയിലെ ഏരിയ കമ്മിറ്റിയിലേക്കുണ്ട്. ഏരിയ സഹഭാരവാഹിയായിട്ടാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. SFI തന്ന കരുത്ത് ഊർജ്ജമാക്കിക്കൊണ്ടാണ് ഈ ഇലക്ഷനെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പ്രചരണത്തിൻ്റെ ഘട്ടങ്ങളിലെല്ലാം ഇറങ്ങുന്ന ഘട്ടത്തിനകത്തേക്ക് SFI നൽകിയിട്ടുള്ള ഒരു പാഠങ്ങളാണ് ഉള്ളിലുണ്ടായിരുന്നത്. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ തിരിച്ചറിയുന്നതും SFI കാര്യം എന്നുള്ള നിലയിലേക്ക് തന്നെയാണ്. അതാണ് ഏറെ സന്തോഷം തന്നിട്ടുള്ളത്. എന്താണ് പഠിക്കുക? ജേർണലിസം വിദ്യാർത്ഥി? അതെ, ഞാൻ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ സെക്കൻഡ് ഇയർ MA ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ എക്സാം ആയിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ മാങ്ങാട്ടുപറമ്പേക്ക് പോയിട്ടുണ്ടായിരുന്നത് പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. എന്താണ് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്? ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ജനപ്രതിനിധി ആയിരിക്കുകയാണല്ലേ? എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണുള്ളത്. പിന്നെ എല്ലായിടത്തും SFIൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരെല്ലാവരും ഒരു യുവത്വം വരുന്നതിൻ്റെ എല്ലാവരും വളരെ സ്വീകാര്യമായിട്ടാണ് ഏറ്റെടുത്തത്. കൂട്ടുകാർക്കെല്ലാം തന്നെ വളരെ സന്തോഷമായിട്ടാണുള്ളത്. ഇപ്പോഴും SFIക്കാരൊക്കെ തന്നെയാണല്ലോ കൂടെയുള്ളത് അല്ലേ പേരാവൂർ? എൻ്റെ ഒരു ഇലക്ഷൻ പ്രചരണം ആദ്യം തൊട്ട് ഈ സമയം വരെ എൻ്റെ എല്ലാ സമയത്തും അത്ര എളുപ്പമായിരുന്നില്ല. ഒന്നാമത് 22 വയസ്സ്, പിന്നെ എൻ്റെ ശാരീരികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പല പ്രയാസങ്ങളിലെ കൂടെ കടന്നു പോയപ്പോഴൊക്കെ ഫ്രെയിം പോലും ഇല്ലാത്ത ഇവർ തന്നെയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. 24 മണിക്കൂറും ഒരു സഹോദരി പോലെ, സുഹൃത്തിനെ പോലെ, ഈ കാലം വരെ ഇവർ തന്നെയാണ് കൂടെ തന്നെ ഉണ്ടായിരുന്നത്. ഏതായാലും ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതെ, എന്തായാലും പാർട്ടി തന്നിട്ടുള്ള ഉത്തരവാദിത്തം ആദ്യ കടമ്പ പൂർത്തിയാക്കി. ഇനി അങ്ങോട്ടേക്ക് 5 വർഷക്കാലം ഈ നാടിനകത്തെ ജനങ്ങളോടൊപ്പം എല്ലാ പ്രതിസന്ധി ഘട്ടത്തിനങ്ങൾക്ക് അവരുടെ സുഖദുഃഖങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ടാവും. നവ്യ ഈ നാട് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി ആയപ്പോൾ തന്നെ അവരുടെ നാട്ടിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ആ രീതിയിൽ വലിയ വിജയമാണ് നൽകിയത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാതെ പോകാൻ വയ്യ. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മറ്റ് പല കാര്യങ്ങളിലും എന്നതുപോലെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇക്കാര്യത്തിലും ഇടതുപക്ഷത്തെ അവഗണിച്ച് മറ്റൊരു വാർത്തയാണ് നൽകിയത്. മലപ്പുറത്ത് നിന്നുള്ള ഒരു ആരതി, UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ആരതിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധി എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഈ നവ്യയാണ് എന്ന് അറിയാമായിരുന്നിട്ടും ഈ മാധ്യമപ്രവർത്തകർ ഇവിടെ വന്ന് അക്കാര്യം ചെയ്തില്ല, അക്കാര്യം നാട്ടുകാരെ അറിയിച്ചില്ല എന്നുള്ളത് കൂടിയാണ്. ഏതായാലും ഈ നാട് നവ്യയെ അംഗീകരിച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനുണ്ട്. 22 വയസ്സുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ പേരാവൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നവ്യ ഇനിയിപ്പോൾ അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി ചുമതലയേൽക്കുന്നത്. പേരാവൂരിൽ നിന്നും ക്യാമറാമാൻ മിഥുൻ ചാത്തോത്തിനൊപ്പം M സന്തോഷ്.